നിരവധി ആളുകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പുന്നപ്രയുടെ സമരനായകൻ, ഒരുപക്ഷെ പുന്നപ്രയുടെ വീരപോരാളി VSന്റെ ആ ഒരു ചേതനയേറ്റ ശരീരത്തിന് മുകളിലേക്ക് 100 പൂക്കളാണ് അർപ്പിക്കപ്പെടുന്നത്. അവിടെ ലാൽ സലാം എന്ന് മനസ്സുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിരവധി പ്രവർത്തകർ ഇങ്ങനെ കടന്നു പോകുകയാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ നൊമ്പരപ്പെട്ടു പോകുന്ന മനുഷ്യരാണ് ഏറെയധികവും. പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണണം. 102 എന്ന് പറയുന്ന വലിയ ആയുസിനിടയിൽ അദ്ദേഹം ചെയ്തു തീർത്ത ഒരുപാട് നന്മകളുണ്ട്. മതികെട്ടാൻ മലയിലേക്ക് അദ്ദേഹം നടന്നു കയറിയത് അവിടുത്തെ മനുഷ്യരുടെ, സാധാരണക്കാരുടെ നീതിക്ക് വേണ്ടിയാണ്. മൂന്നാറിലേക്ക് അദ്ദേഹം പലതവണ പോയത്, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ ഇടപെടൽ. പെമ്പിളൈ ഒരുമൈ സമരത്തിന് 90-ാം വയസ്സിൽ മൂന്നാറിലേക്ക് പോയ VS. ആ മൂന്നാറിലെ സ്ത്രീകൾക്ക് പ്രതീക്ഷയുടെ ഒരു കിരണമായിരുന്നു VS എന്ന 2 അക്ഷരം. ഒരുപക്ഷെ പ്രതീക്ഷയുടെ ഒരു സൂര്യനായിരുന്നു സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക്, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് അവിടെയൊക്കെ നീതിയുടെ കാവലാളായി VS ഉണ്ടായിരുന്നു എന്നുള്ളത് പലതവണ നമ്മൾ കണ്ടതാണ്. അത് സൂര്യനെല്ലി കേസിൽ, ഒപ്പം തന്നെ കിളിരൂരിലും കവിയൂരിലും എന്ന് വേണ്ട പല കേസുകളിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടു. അദ്ദേഹം കൃത്യമായി ഒന്നും മുഖം നോക്കാതെ ഇടപെടുന്ന ഒരു സഖാവിനെ നമ്മൾ കണ്ടു. ആ സഖാവാണ് ഇപ്പോൾ അന്ത്യനിദ്രയിലാണ്ട് കിടക്കുന്നത് വേലിക്കകത്ത് വീടിന്റെ മുറ്റത്ത്. ആ വേലിക്കകത്ത് വീടിന്റെ മുറ്റത്ത് പ്രിയ സഖാവിനെ, സ്ത്രീപക്ഷ പോരാളിയായിരുന്ന പ്രിയ സഖാവിനെ ഒരു നോക്കുകയാണ്. നിരവധി സ്ത്രീകളാണ് ഒഴുകിയെത്തുന്നത്, ആബാലവൃദ്ധം ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. അതിൽ പ്രായഭേദമില്ല, ജാതിഭേദമില്ല. അങ്ങനെ മനുഷ്യരുടെ വലിയൊരു പുഴ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. പ്രിയപ്പെട്ട സഖാവിനെ ഒരു നോക്ക് കണ്ട് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഈ പൊതുദർശനം ഇങ്ങനെ നീളുകയാണ് വേലിക്കകത്ത് വീടിന്റെ മുറ്റത്ത്. ഈ ആളുകളെ നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് അതിവേഗമാണ്, ഒരു നോക്ക് മാത്രമാണ് കാണാൻ കഴിയുന്നത്. അവിടെ ഇന്നലെ നമ്മൾ ദർബാർ ഹാളിൽ കണ്ടതുപോലെ ഒരു നിമിഷം അവിടെ കാത്തുനിന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന രീതിയിലാണ്. അപ്പോഴേക്കും പുറകെ നിന്നുള്ള ആളുകളുടെ തള്ളൽ വരികയാണ്. അങ്ങനെ ഓരോ ആളുകളിങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച. അതേ ഒരു വനിത നെഞ്ചുപൊട്ടുന്ന വിധത്തിൽ ആ VSന്റെ ചില്ലിൽ കിടക്കുന്ന ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച. അങ്ങനെ എത്രയോ പേർ കണ്ണീരടിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ ഈ പൊതുദർശനം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പുന്നപ്രയുടെ സമരനായകനെ നേരെ കൊണ്ടുപോകുന്നത് ആലപ്പുഴ CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ്. അവിടെ അരമണിക്കൂർ മാത്രമാണ് പൊതുദർശനം എന്ന് അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ കൂടിയും അതിന് പുറത്ത് വലിയൊരു ജനക്കൂട്ടം പിന്നെയും കാത്തു നിൽക്കുകയാണ് സമരനായകനെ. അത് കഴിഞ്ഞ് വേണം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ എത്താൻ. കൃത്യസമയത്ത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പമുണ്ട്. ശശികുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ശ്രീ ശശികുമാർ, താങ്കൾ ഒരു ആലപ്പുഴക്കാരനാണ്. അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദനെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ആലപ്പുഴ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വെച്ച് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥകളൊക്കെ പുറപ്പെടുന്നത് അവിടെ വെച്ചാണ്. അന്ന് മുതൽ, എൻ്റെ കുട്ടിക്കാലത്ത് മുതൽ തന്നെ ഞാൻ ഈ ജാഥകളിലൊക്കെ പങ്കെടുത്ത് എനിക്ക് ഈ നേതാക്കന്മാരെ EMS, AKG, VS അച്യുതാനന്ദൻ, TV തോമസ്, ഇങ്ങനെയുള്ള നേതാക്കന്മാരെയൊക്കെ എനിക്ക് അന്നേ സുപരിചിതമാണ്. അതിനുശേഷം കാലങ്ങൾ അങ്ങനെ പോയി. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിലെല്ലാം പങ്കാളിയായിരുന്നു. പിന്നീട് ഞാനൊരു ഘട്ടത്തിൽ അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അന്നത്തെ ചുതിയിൽ നിന്നും മാറി ചിന്തിക്കാൻ ബാധ്യസ്ഥനാകുകയും ഞാൻ ഒരു നക്സലിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തകനാകുകയും അടിയന്തരാവസ്ഥയിൽ ഞാൻ ജയിലില് ഈ മിസ തടവുകാരനായിട്ട് ജയിലിലടക്കപ്പെടുകയും ചെയ്തു. അന്ന് ഇദ്ദേഹവും ജയിലിലുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ട് സംസാരിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. വ്യത്യസ്ത ആശയങ്ങളായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സത്യസന്ധത, അതായത് രാഷ്ട്രീയത്തിലെ ഈ മറ്റ് കള്ളക്കളികൾ
ഒന്നും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ അടുത്ത ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാര്യം ഇന്ന് കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കപടമുഖം അദ്ദേഹത്തിനില്ലായിരുന്നു. വളരെ സത്യസന്ധനായിട്ട് ജനങ്ങൾക്ക് സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മാത്രമല്ല ഒരു പ്രകൃതി സ്നേഹിയും കൂടെ ആയിരുന്നു അദ്ദേഹം. അതായത് അദ്ദേഹം ഈ മതികെട്ടാൻ പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ആ സ്ഥലങ്ങൾ ഈ റിസോർട്ട് മാഫിയകളൊക്കെ കൈയടക്കുന്നതിന് എതിരായിട്ട് നടത്തിയ പല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അത് ചില നിയമവശാൽ അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് വലിയ ഒരു 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 ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമാക്കാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അത് സാധ്യമായത്. അതുപോലെ തന്നെ പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഒരുപാട് സഹായകരമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. കൂടംകുളം സമരം എന്നൊക്കെ പറയുന്ന അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്കൊന്നും അറിയാത്തൊരു ഘട്ടത്തിൽ പോലും ഒരു ചുരുക്കി പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള പല നേതാക്കന്മാർക്കും എന്താണ് കൂടംകുളത്ത് നടക്കുന്നതെന്ന് പോലും അറിയാത്തൊരു സമയത്ത് ആ കൂടംകുളം സമരത്തിന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ച് ആ പ്രദേശത്ത് പോവുകയും ഈ പ്രസ്ഥാനത്തിന്റെ ഈ പാർട്ടിയുടെ എതിരെ ആയിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ വളരെയധികം പീഡനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏത് ഘട്ടത്തിലാണെങ്കിലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഈ പെമ്പിള ഒരുമൈ എന്ന് പറഞ്ഞ സംഘടന അത് രൂപം കൊണ്ട് അവിടുത്തെ റിസോർട്ട് അതുപോലെ തന്നെ മറ്റേ കമ്പനിക്കാരും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന വെല്ലുവിളികളെ നേരിടാനായിട്ട് സ്ത്രീകൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിന്റെ സമരം നയിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ രംഗത്ത് ചെന്ന് അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള അദ്ദേഹമാണ്. മാത്രമല്ല ഈ കൊക്കക്കോള കമ്പനിയുടെ ഈ നമ്മുടെ ജലചൂഷണത്തിനെതിരായിട്ട് ഈ മൈലമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ നേതൃത്വത്തിൽ അന്ന് നടന്ന സമരത്തെയും അദ്ദേഹം പിന്തുണച്ചു. ഇതെല്ലാം പാർട്ടിക്കാരുടെ അനുവാദത്തോടുകൂടിയോ അല്ലെ അവരുടെ പിന്തുണയോടു കൂടിയോ അല്ല ഇതെല്ലാം ചേരുന്ന ആ വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കിട്ടിയ അധികാരം തീർച്ചയായിട്ടും അദ്ദേഹം വളരെ നല്ല രീതിക്ക് ഉപയോഗിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ ഒരു മാഹാത്മ്യമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അദ്ദേഹം തന്റെ അധികാരം ഉപയോഗിച്ചും അഥവാ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പല പല കാര്യങ്ങളും അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ വയ്യാത്ത നല്ല കാര്യങ്ങളായിട്ട് പിന്നീടും പരിണമിച്ചതായിട്ട് നമ്മൾക്കൊക്കെ ബോധ്യമുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു മനുഷ്യനാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. കാര്യം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെയൊക്കെ ഭക്ഷണങ്ങളിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയില്ല. രോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം നയിച്ച ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഈ 102-ാം വയസ്സിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായതെന്നുള്ള ഒരു വസ്തുതയും കൂടി ലോകത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ശരി, വളരെയധികം മനോഹരമായ രീതിയിലാണ് താങ്കൾ VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ കേരള വിഷനുമായി പങ്കുവച്ചത്. വളരെയധികം നന്ദി ശ്രീ ശശികുമാർ. ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. വെള്ളയാനിയിൽ നിന്നുള്ള ശോഭയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീമതി ശോഭ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? നമസ്കാരം ശ്രീമതി ശോഭ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ ഓർത്തെടുക്കുന്നത്? ഞങ്ങൾക്ക് 2011 സഖാവാണ് ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള ഒരുപാട് തവണ വീട് വയ്ക്കാൻ ശ്രമിച്ചിട്ടും പക്ഷെ സഖാവിന്റെ അവിടുത്തെ നമുക്ക് ഈ പഞ്ചായത്ത് വഴി ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ അദ്ദേഹമാണ് ഞങ്ങൾക്ക് എല്ലാം ചെയ്തത്. ഞങ്ങൾക്ക് ഒരിക്കലും ഇന്നും ഞങ്ങൾ ഈ മണ്ണിൽ കിടക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരൊറ്റ ഇതിലും ഞങ്ങൾ മറക്കാൻ പറ്റൂല. വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിനോടൊപ്പം താങ്കൾ ഓർമ്മ പങ്കുവച്ചതിന്.
എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ വസതിയിൽ പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, നിരവധി ആളുകളാണ് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന് യാത്രാമൊഴിയേകാനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രസാദ് കാളിദാസൻ നമ്മളോടൊപ്പമുണ്ട്. കാളിദാസ്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണുവാനായി എത്തിയിരിക്കുന്നത്. ഈ ഒരു പൊതുദർശനം ഇനിയും നീളാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 22 മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നത്. ഇനിയും ഈ ഒരു നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി കാത്തിരിക്കുന്നുണ്ട്. ഈ ആളുകളെ എല്ലാം കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ കാണിച്ചതിന് ശേഷം, അദ്ദേഹത്തെ അവസാനമായി കാണിച്ചതിന് ശേഷമായിരിക്കുമോ ഈ ഒരു മൃതദേഹം ആലപ്പുഴ DC ഓഫീസിലേക്ക് കൊണ്ടുപോവുക? അതിനുശേഷമാണ് വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ തന്നെയാണ് ദീപ്തി. അങ്ങനെ തന്നെ VS-ന് വേലിക്കകത്തെ വീട്ടിൽ നിന്ന് ഒരു മടക്കം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും അടക്കം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലെ പൊതുദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം ആ നിര ഒഴിയുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അതിനനുസരിച്ച് കൂടുതൽ ആളുകൾ ആ നിരയിലേക്ക് ചേക്കേറുന്നതും നമുക്ക് കാണാൻ സാധിക്കും. വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തകർ, പൂക്കളർപ്പിക്കാനായി എത്തുന്ന നിരവധി വനിതകൾ, ഒപ്പം തന്നെ തങ്ങൾ കേട്ടിട്ടുള്ള, തങ്ങളുടെ മാതാപിതാക്കളുടെ വാക്കുകളിൽ നിന്നും കേട്ടിട്ടുള്ള പ്രിയപ്പെട്ട VS-നെ കാണാനായി എത്തുന്ന കുട്ടികൾ, VS-ന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ VS ഉയർന്നു വന്ന, എടുത്തുയർത്തി വന്ന VS പയറ്റി തെളിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ അടക്കം യുവനേതാവായി VS തിളങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ജനിച്ചവരടക്കം ഈ ഒരു നിരയിൽ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. ആ മൃതദേഹത്തിനടുത്തി പൂക്കളർപ്പിച്ച് അതിനെ ഒന്ന് വലം വെച്ച് അവർ പുറത്തോട്ട് ഇറങ്ങി ഒരു നോക്ക് കണ്ട് പോവുകയാണ്. കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുകയാണ് അവർ. ഒന്ന് കണ്ണ് ചിമ്മിയാൽ ചിലപ്പോൾ ആ ഒരു അവസരം വരെ നഷ്ടപ്പെട്ടു പോകും. അവസാന വട്ടം ഒന്ന് കാണണമെന്നുള്ള ആ ഒരു അവസരം വരെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ആശങ്കയിൽ അവർ ഒന്ന് കണ്ണ് പോലും ചിമ്മാതെ ഓരോ ആളുകളും ആ മൃതദേഹത്തിനടുത്തെത്തി പൂക്കളർപ്പിച്ച് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് നടന്നകലുകയാണ്. VS അപ്പോഴും നിശബ്ദനായി തന്നെ തുടരുകയാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ ഓരോ പ്രവർത്തകർ, തന്നിലേക്ക് വന്ന പ്രവർത്തകരെ അത്രത്തോളം പുഞ്ചിരിയോടെ, എന്നാൽ കാർക്കശ്യമാണോ ആ മുഖത്ത്, പുഞ്ചിരിയാണോ ആ മുഖത്ത്, സ്നേഹമാണോ ആ മുഖത്ത് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്. VS എന്ന് പറഞ്ഞാൽ ഭയവുമാണ്, എന്നാൽ ആശ്വാസവുമാണ്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നെല്ലാം മാറി നിശബ്ദനായി അദ്ദേഹം, യശശരീരനായി അദ്ദേഹം അവിടെ കിടക്കുകയാണ്. എന്താണ് ഈ ഒരു ജനങ്ങളുടെ ഈ ഒരു വരവിൽ നിന്നും അദ്ദേഹം അവിടെ നിന്നും പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പോലും നമുക്ക് പ്രവചിക്കാനാകില്ല. അത്തരത്തിൽ ആളുകൾ നിറകണ്ണീരോടെ അവിടെ വന്നു ചേരുകയാണ്. ഉള്ളിലവർ ഉറക്കെ വിളിക്കുകയാണ്, കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ. അവർ വീണ്ടും വിളിക്കുന്നു. അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ആ അന്തരീക്ഷത്തിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് കോമ്രേഡ്. അങ്ങനത്തെ മുദ്രാവാക്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാം. വാനത്തിലേക്ക് മുഷ്ടി ചുരുട്ടി സിന്ദാബാദ് വിളിക്കുന്ന പ്രവർത്തകരെ കാണാം. അവരുടെ കണ്ഠമിടറിക്കൊണ്ട് ദിഗന്തം പൊട്ടുമാർ അവർ ഉച്ചത്തിൽ VS-ന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ ഒരു ചുവപ്പൻ അഭിവാദ്യങ്ങൾ നേരാനായി ഒരു പട തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് വേലിക്കകത്തെ വീട്ടിലേക്ക്. ഈ പട ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരം മുതൽ ഈ ഒരു വിലാപയാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് ആ ഈ കാലാൾപ്പട എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ VS സ്നേഹം കൊണ്ട് കെട്ടിപ്പടുത്ത കാലാൾപ്പടയുടെ അകമ്പടിയോടെ വേലിക്കകത്തെ വീട്ടിലേക്ക് അവസാനത്തെ യാത്ര നടത്തി. ഇപ്പോൾ വേലിക്കകത്തെ വീട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു VS അച്യുതാനന്ദൻ എന്ന കേരളം കണ്ട ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാൾ. ഇനി ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയായ ശേഷം ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലേക്കാണ്. അവിടെ എത്തിയ ശേഷം അവിടെയുമുണ്ട് നിരവധി പ്രവർത്തകർ, പാർട്ടി നേതാക്കളടക്കം വരുന്നു. പാർട്ടി തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും ശാന്തമ്മയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീമതി ശാന്തമ്മ. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? നമ്മുടെ സച്ചിദാനന്ദന് ഒരു മാതാപിതാക്കൾ എന്ന ഒരു രീതിയിലാണ് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നത്. പിന്നെ പാർട്ടി ആയിട്ട് എല്ലാ പാർട്ടിയിലും എല്ലാ പാർട്ടിക്കാരെയും ഒരുപോലെ സ്നേഹിക്കുന്നു.
കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മറ്റു പാർട്ടിക്കാരായാലും ആരെയും ഒരു പൊക്കായിട്ട് ആരും കണ്ടിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു, പറയുന്നു. അതിൻ്റെ ഓരോ മീറ്റിങ്ങിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഒരു മൂത്ത സഹോദരൻ ഉണ്ടാകുന്ന സഹോദരൻ ഒന്നിട്ട് പോയിട്ടുണ്ട്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ സച്ചിദാനന്ദന്റെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ലോകം വിട്ടുപോയതിൽ ഭയങ്കര സങ്കടം ഉണ്ട്. അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര സങ്കടമുണ്ട്. നമ്മുടെ നാട് വിട്ടുപോയി. ഇത്രയും കാലം വരെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു. എനിക്ക് കൂടുതൽ പറയാനൊന്നും കഴിയത്തില്ല. സുഖമില്ലാത്ത ആളായതുകൊണ്ട് ഇത്രയും പറയാൻ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ പറഞ്ഞതാണ് ഞാൻ. തീർച്ചയായും വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിലൂടെ താങ്കൾ ഓർമ്മകൾ പങ്കുവച്ചതിന്. നിരവധി ആളുകളാണ് VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനായി കേരള വിഷൻ ന്യൂസിലേക്ക് വിളിക്കുന്നത്. കേരള വിഷൻ ന്യൂസിലൂടെ അവർ VS-ന് ആദരമർപ്പിക്കുന്നത്. ഇന്നലെ മുതൽ നിരവധി ആളുകളാണ് നിറകണ്ണുകളോടെയും വളരെ വികാരഭരിതമായി നമ്മളോട് സംസാരിച്ചത്. VS-നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത്, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത്. രാഷ്ട്രീയത്തിൽ 8 പതിറ്റാണ്ടിലേറെ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വേലിയേറ്റം സൃഷ്ടിച്ച നേതാവ് VS അച്യുതാനന്ദൻ ഇന്ന് വിപ്ലവ മണ്ണിൽ അന്തിയുറങ്ങാൻ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ ആവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ വളർന്ന തൊഴിലാളി കർഷക സമര